മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷത്തിനായി നിന്നോടുകൂടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പിതാവേ, വാത്സല്യ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലും ഭാരത്തിലും ഇരിക്കുന്ന വാത്സല്യ കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. കഴിഞ്ഞ ഒരു വർഷക്കാലം കഥാവ് അവിടുന്ന് എൻ്റെ മക്കളെ സമാധാനത്തോടെ അവിടുന്ന് നടത്തിയതോർത്ത് സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ കർത്താവെ വാത്സല്യ മാതാവിൻ്റെ നല്ല ജീവിതത്തെ സ്മരിക്കുമ്പോൾ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ കടന്നുവന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കട്ടെ. പ്രിയ അച്ഛനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ കൂട്ടുവരുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമല്ല. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും നിരാശപ്പെട്ട് ഞങ്ങൾ പിന്മാറി പോകുവാനില്ല. ഇതിനപ്പുറമായി ഞങ്ങൾക്ക് പ്രത്യാശ വരുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാനും ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ആ ദിവസങ്ങളിൽ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കൃപ കൊണ്ട് നിറയ്ക്കണം, അനുഗ്രഹത്താൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ പരികിൽ ഒരു സുഖവും മനഃശാന്തിയാകും. ഇഹലോകമോ പരികിൽ ഒരു സുഖവും മനഃശാന്തിയാകും. യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന പല ശോധന മമ ജീവിത പാതയാകിൽ. മനോവേദന പല ശോധന മമ ജീവിത പാതയാകിൽ. മറവേറിടുമ്പോൾ ആത്മനാഥനാവൻ മരിച്ചാരി ഞാൻ ആശ്വസിക്കും. മറവേറിടുമ്പോൾ ആത്മനാഥനാവൻ മരിച്ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എത്ര നല്ലവൻ മതിയായ
എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു എന്ന്. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നകയാ. എനിക്കെല്ലാം ഭയമെന്റെ മൃത്യുവിനെ നമ്മൾ വെല്ലോ വിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമേ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീലല്ലൻ നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. മന്നീലല്ലൻ നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി മുന്നിലാവേക്ക് ചെന്നെത്തുന്ന നാളുകൾ എന്നീങ്ങൾ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്നുള്ള പാട്ട് കരങ്ങൾ അടിച്ച് പാടാം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം,
കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണേ. സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ ഔസേപ്പിൻ ദൈവമേ കൂട്ടാളിയാണേ. സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ ഔസേപ്പിൻ ദൈവമേ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണേ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യന രാജാവൻ കൂട്ടാളിയായ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യന രാജാവൻ കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. എന്നോ നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയരെ. എന്നോ നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയരെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. പ്രിയമുള്ളവരെ, നാം ദൃശ്യമായതിനെയെല്ലാം മറിച്ച് അദൃശ്യമായിരിക്കുന്നതിനെ കാത്തിരിക്കുന്ന സമൂഹം അത്രയും. കാണുന്ന കാര്യങ്ങൾ താൽക്കാലികമാകുന്നുവെന്നും കാണാത്ത കാര്യങ്ങൾ നിത്യമാകുന്നുവെന്നും നാം വിശ്വസിക്കുന്നു. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല, പിന്നെയോ നിത്യതയിലേക്കുള്ള പ്രവേശനം മുഖാന്തരമാകുന്നു. ജീവന്റെ പൂർണ്ണതയിലേക്ക് ദുഃഖവും കണ്ണുനീരും ഉറവളിയും ഇല്ലാത്ത സൗഭാഗ്യാനുഭവത്തിലേക്ക് നമ്മുടെ പ്രിയങ്കരിയായ മാതാവ് ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നിശ്ചയമുണ്ട്.
വീണ്ടും അവരെ കണ്ടുമുട്ടുമെന്നും നമുക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഈ ലോകത്തിൽ അവരുടെ സാമീപ്യവും ആലോചനകളും ലഭ്യമാകാതിരിക്കുന്ന കുടുംബങ്ങൾ ദുഃഖിക്കുന്നത് സ്വാഭാവികം. അത്തരം ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരുടെ വേദനയിൽ നാമും പങ്കാളികളാകുന്നുവെന്ന് സാക്ഷിക്കുവാനും നാം ഇവിടെ കൂടി വന്നിരിക്കുന്നു. ക്രിസ്തീയ പ്രത്യാശയാൽ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ നമ്മെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം ചുറ്റി നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ശ്രദ്ധയോടെ ഓടുക. ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. പുരാതനനായ ദൈവത്തിൻ്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ആശ്വാസത്തിന്റെയും ഉറവിടമായ ദൈവമേ, ഞങ്ങൾക്ക് മുമ്പായി ഓട്ടം തിരിച്ചതിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ഞങ്ങളുടെ വന്യമാതാവിനെ ഓർമ്മയിൽ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ഉത്തമ സാക്ഷിയായി സഭയിലും സമൂഹത്തിലും ജീവിച്ച് ത്യാഗപുറം നിന്നെ പിൻപറ്റി അനുകരിക്കുവാൻ കഴിയുന്ന മാതൃകകൾ സ്വജീവിതത്തോടെ കാട്ടിത്തന്ന നിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ നന്മകൾ അനുഭവിച്ചവരായ ഞങ്ങൾ ഈ സമയത്ത് സ്വർഗീയാശ്വാസത്താൽ ബലപ്പെട്ടവരാകണമേ. യുദ്ധത്തിന്റെ താഴിലൂടെ കടന്നു പോകുന്ന ഈ കുടുംബത്തെ കടാക്ഷിക്കുകയും ലോകത്തിൽ ആർക്കും നൽകാൻ കഴിയാത്ത സമാധാനത്താൽ നടക്കുകയും ചെയ്യാൻ ഇഷ്ടമുണ്ടാകണമെന്നാണ് കർത്താവായ ശിശുഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സങ്കീർത്തനം പോവാം. സംഗീതം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് വീട്ടിൽ വെളിച്ചമുടിയുന്നു. അവൻ കൃപയും കരുണയും നീതിയുള്ളവനാകും. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചു ഉറച്ചിരിക്കും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ വേദഭാഗം. വൈകുന്നേരത്തുള്ള പ്രത്യേക പ്രാർത്ഥനയിൽ എടുത്തിരിക്കുന്ന പ്രത്യേക വേദഭാഗം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കും. ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നും ഉള്ളതായ ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരസ്കാരം വെള്ള നിലയെങ്കിൽ ധരിച്ച കയ്യിൽ കുത്തോലമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും
കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവിണ് വീണ് ആമേൻ, നമ്മുടെ ദൈവത്തിലേക്ക് സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു. പറഞ്ഞ ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളനിലയിലേക്ക് ധരിച്ചിരിക്കുന്ന ഇവർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, അവർ മഹാകഷ്ടതയിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളെ അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്നവർ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവദാനം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരോ എല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇവിടെ പ്രത്യേക വേദഭാഗം അവസാനിക്കുന്നു. അമ്മച്ചി അനുസ്മരിച്ചുകൊണ്ട് സാറേതിന് വാക്കുകൾ സംസാരിക്കും. ബഹുമാനമുള്ള ഇടവപ്പെട്ടക്കാരൻ, സഭാ ശുശ്രൂഷകൻ, ഈ പ്രസംഗത്തിൽ സഹാച്ചന്മാരെ, ഈ കുടുംബത്തിന്റെ പ്രതിനിധികളായിട്ട് വന്നുള്ള ബന്ധുമിത്രാദികൾ, സ്നേഹിതര, സഭ, ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസം വൈകുന്നേരം നല്ല ചില ഓർമ്മകളുമായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. പൊന്നമ്മയെ കുറിച്ച് ചില കാര്യങ്ങൾ, ഉദരന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, എന്നാലും ഈ പ്രത്യേക സമയത്ത് ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഇരിക്കാവുന്ന പ്രതീക്ഷിക്കുകയാണ്. പൊന്നമ്മയെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ ബേബിച്ചാനെ കുറിച്ച് പറയാതെ എനിക്ക് സാധിക്കത്തില്ല. എൻ്റെ ചെറിയ പ്രായം മുതൽ ഈ കുടുംബത്തെ വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷെങ്കില് ഈ ദേവകര എന്ന് പറയുന്ന ഈ സ്ഥലം ഇത്രമാത്രം മനോഹരമായി തീർന്നത് ഈ ഒരു ദേവാലയം ഇവിടെ ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദേവാലയം ഇവിടെ ആയിത്തീരുവാനായിട്ടിടയായത് ദൈവത്തിന്റെ വലിയ കൃപയും അതോടൊപ്പം അക്കാലഘട്ടത്തിൽ ഈ ദേശത്ത് വസിച്ച മാതാപിതാക്കളുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയും ആഗ്രഹവുമായി. അതിന് മുമ്പിൽ നിന്ന് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ബേബിച്ച. അതുകൊണ്ട് തന്നെ ഈ ദേശത്തിന്, ഈ മലമുകളിൽ നിൽക്കുന്ന ഈ ദേവാലയം ഈ ദേശത്തിന് തന്നെ ഒരു അനുഗ്രഹവും ഒരു പ്രത്യാശയും നൽകുന്നു എന്നുള്ള യാതൊരു സംശയം. ഇവിടെയുള്ള ഈ കുടുംബങ്ങൾക്കൊക്കെ ആത്മീയമായിട്ടുള്ള വലിയൊരു പ്രചോദനം ഉണർവും പ്രാപിപ്പാനായിട്ട് ഈ ദേവാലയത്തിൽ കൂടിയൊക്കെ ഇടയായതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രിയ ബേബിച്ചാന്റെ അക്ഷീണമായ പ്രയത്നവും പ്രത്യേക താല്പര്യവുമാണ് ഇതിന്റെ പ്രാരംഭകാലം മുതൽ ഈ ദേവാലയത്തിന്റെ എല്ലാ കാര്യങ്ങളും വളർച്ചയ്ക്കും ഇടയായെന്നുള്ള യാതൊരു സംശയം. ബേബിച്ചാന് തൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ബേബിച്ചാൻ പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന ബേബിച്ചാന് വേണ്ട എല്ലാ പിന്തുണയും കൊടുത്ത ഒരു വനിതാ രത്നമായിരുന്നു പ്രിയപ്പെട്ട പൊന്നമ്മ. ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇത്രമാത്രം വികസനമൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സാധാരണ ഈ പള്ളിയിൽ പെട്ടെന്നൊക്കെ ആരെങ്കിലും ഒക്കെ കടന്നു വരികയോ അല്ലെങ്കിൽ മഹായുടെ പ്രതിനിധികളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കടന്നു വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മുന്നറിയിപ്പില്ലാതെ ഒക്കെ വരുന്ന സമയത്ത് അല്ലെ അറിഞ്ഞു വരുന്ന സമയത്തൊക്കെ അവരെ പെട്ടെന്ന് ആരാധന കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് വരുന്നത് ഉച്ചഭക്ഷണത്തിന് ഈ ഭവനത്തെ ഒരു പക്ഷേ യാതൊരു വിധമായ മുന്നറിയിപ്പും കാണത്തില്ല. പക്ഷേ ഉപയോഗിച്ചാലത് ആരോടും ചോദിക്കാതെ, പൊന്നമ്മയോട് ചോദിക്കാതെ തന്നെ അത് ചെയ്യും. കാര്യം പൊന്നമ്മയ്ക്ക് അറിയാം ഇങ്ങനെ ഒക്കെ ആയി തീരുമാനം. അപ്പം പൊന്നമ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേബിച്ചാന്റെ പ്രത്യേക ആഗ്രഹങ്ങൾക്ക് എപ്പോഴും വശംവദയായിക്കൊണ്ട് പ്രിയപ്പെട്ട ബേബിച്ചാന്റെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിപ്പാനായിട്ട് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് പൊന്നമ്മയ്ക്ക് പലപ്പോഴും സാധിക്കുന്നത് ഞാൻ ഓർക്കുന്നു. ക്ഷമയോടുകൂടി തന്നെ പൊന്നമ്മ അത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പൊന്നമ്മയെ കുറിച്ച് പറയുമ്പോൾ ബേബിച്ചാനയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല.
നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനൊരു അന്ത്യമുണ്ടല്ലോ. ദൈവം തരുന്ന ആ പ്രത്യേക കാലഘട്ടത്തിൽ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ലോകത്തിൽ ജീവിച്ച് മാറ്റപ്പെട്ട അനേകര് മൺമറഞ്ഞു പോയിട്ട് അവരെയൊക്കെ ഇന്ന് ലോകം സ്നേഹിക്കുകയും ആദരിക്കുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദൈവം കൊടുത്ത ദൗത്യം പരിപൂർണമായിട്ട് നിവർത്തിക്കുമ്പോൾ നാം ആയിരിക്കുന്ന മേഖലകളിൽ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രകാശമായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നെങ്കിൽ മാത്രമേ ഈ ഓർമ്മ നിലനിർത്തുവാനായിട്ട് ദേശത്തിന് സാധിക്കത്തുള്ളൂ. ഞാൻ ലോകത്തിന് വെളിച്ചമാണെന്ന് പറഞ്ഞ കർത്താവ് ആ വെളിച്ചത്തെ നമുക്ക് പകർന്നു തന്നത് ഈ പ്രദേശത്തിന് ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ വേണ്ടിയാണ്. നാം ആയിരിക്കുന്ന സ്ഥലത്തെ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ട പൊന്നമാമ അത് കൃത്യമായിട്ട് അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവകൃപയാൽ പൊന്നമാമയ്ക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊന്നമാമയുടെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിലൊക്കെ വളരെ പ്രത്യാശയോടുകൂടി ഈ ലോകത്തിൽ ജീവിച്ച് ലോകത്തിൽ നിന്ന് കടന്നു പോകാനായിട്ട് പൊന്നമാമയ്ക്ക് സാധിച്ചു. ജീവിതത്തിൽ നല്ല ആയുസ് കർത്താവ് ദാനമായിട്ട് കൊടുത്തു. ജീവിതത്തില് ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട എല്ലാവിധമായ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് പൊന്നമാമയ്ക്ക് ദൈവം സാഹചര്യങ്ങളെ ഒരുക്കി കൊടുത്തു. 4 മക്കളുണ്ടായിരുന്നു. 4 മക്കളും പല സ്ഥലങ്ങളും പല കാലഘട്ടങ്ങളിലായിരുന്നെങ്കിലും മാതാപിതാക്കൾ പ്രായമായ സമയത്ത് അവരെ ദേശത്ത് വരികയും മാതാപിതാക്കളോടൊപ്പം താമസിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും എല്ലാവരും ഒരുപോലെ പ്രത്യേകിച്ച് കുടുംബമായിട്ട് കുടുംബമായിട്ട് സന്ധ്യ പലപ്പോഴും അവധിക്കാലത്ത് വരുമ്പോൾ വളരെ ശ്രേഷ്ഠകരമായ ഒരു ശുശ്രൂഷയാണ് ഈ മാതാപിതാക്കൾക്ക് മക്കൾക്ക് ചെയ്യുവാനായിട്ട് ഇടയാണ്. ഈ ദേശത്തെ ചുറ്റുപാടുള്ള എല്ലാവരുടെയും സ്നേഹവും ആദരവും ഒക്കെ പിടിച്ചു പറ്റുവാനായിട്ട് ഈ മാതാവിന് സാധിച്ചത് പ്രത്യേകം ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ദൈവത്തിന്റെ വലിയൊരു കൃപയാല് ആ ജീവിതത്തിന്റെ അന്ത്യവും അവസാനവും വളരെ പ്രത്യാശയോടുകൂടി ആയിത്തീരുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയപ്പ് ഇവിടെ കൊടുക്കുവാനും ഒക്കെ സഭയ്ക്കും ദേശത്തിനും ഒക്കെ സാധിച്ചു. മരിച്ചിട്ട് ഒരു വർഷം തികയാണെങ്കിലും നമുക്കറിയാം ഇതൊരു താൽക്കാലികമായ വിടവാങ്ങലാണ്. ദൈവം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നു, കർത്താവിന്റെ സന്നിധിയില് താല്പര്യം വെച്ചവരൊക്കെ കർത്താവിന്റെ സന്നിധി എത്തിച്ചേരും. അവരെ വീണ്ടും നമുക്ക് കാണാമെന്നുള്ള ഒരു പ്രത്യാശയാണ് നമ്മളെ എല്ലാവരെയും ഭരിക്കുന്നത്. നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ ഈ ലോകത്തിൽ കർത്താവിന്റെ സന്നിധി വിശുദ്ധിയോടുകൂടി വേർപാടോടുകൂടി കർത്താവിന്റെ വചനത്തെ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആ ദൈവസന്നിധിയിൽ ഉണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. പ്രിയ ദൈവമക്കളെ, നമുക്കും ഈ മണ്ണറിഞ്ഞു പോയവരെയൊക്കെ കാണുവാനും അവരോടൊപ്പം ജീവിക്കാനും ഉള്ള ഒരു വലിയ ഭാഗ്യം, അവകാശം ദൈവം നമുക്ക് ദാനം തന്നിട്ടുണ്ട്. എല്ലാവർക്കും അത് ലഭിക്കത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടി വേർപാടോടുകൂടി കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ട സബൂനും കുടുംബത്തിനും, സെലിനും കുടുംബത്തിനും, സജുനും കുടുംബത്തിനും, ഇന്ത്യയ്ക്ക് കുടുംബത്തിനും ഒക്കെ ആ ഒരു ജീവിതം വിടുവെച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുമെങ്കിൽ പ്രിയ മാതാപിതാക്കളോട് ചേർന്ന നിത്യതയിൽ അവർക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നുള്ള യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേർപാട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. ആ ഒരു പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട പൊന്നമാമയിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നും ഈ സഭയ്ക്കും വിദേശത്തിനും ഒക്കെ ലഭിച്ച നന്മകളെയൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഇത് നമ്മളെ സംസാരിക്കുന്ന പൊന്നമാമയ്ക്ക് മനസ്സിലാക്കാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ ലോകം ഇങ്ങനെയൊന്ന് പറയണമെങ്കിൽ, നമ്മുടെ കാലശേഷം ഇങ്ങനെയൊക്കെ ഒരു ഓർമ്മ ലോകത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതം ഇങ്ങനെ പ്രകാശം കൊടുക്കുന്ന ജീവിതമാണെങ്കിൽ മാത്രമേ സാധിക്കൂ. അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ നാം മരിച്ചാലും നാം ജീവിക്കും. ഈ ലോകത്തിൽ ഓർമ്മയിൽ ജീവിക്കും, നിത്യതയിൽ ജീവിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും കർത്താവ് ധാരാളമായ അനുഗ്രഹങ്ങളെ കൊടുക്കട്ടെ, പ്രത്യാശ കൊടുക്കട്ടെ. അതിലുപരിയായിട്ട് ഈ ലോക ജീവിതത്തിലെ പ്രത്യാശയോടെ സമർപ്പിക്കപ്പെട്ട ജീവൻ നയിച്ച് ഈ മാതാപിതാക്കളോട് ചേർന്ന് നിത്യതയിൽ പ്രവേശിപ്പാനായിട്ട് മക്കൾക്കും നമുക്ക് ഓരോരുത്തരും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സഭയ്ക്ക് എല്ലാവിധമായ നന്മകളെ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് കൂടി ഓർക്കുക. ആ ഓർമ്മ ഒരിക്കൽ കൂടി പുതുക്കിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ പ്രസംഗിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. മാതാവിനെ അനുസ്മരിച്ചുകൊണ്ട്
ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ ചുരുങ്ങിയ സമയം കൊണ്ട് ശ്രമിച്ചാലും മത്സരമാണ്. ബൈബിളിൽ ഇങ്ങനെയൊരു വാചകമുണ്ട്, ഞാൻ നല്ല പോർത്തൊരു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു ഈ നീതിയുടെ കിരീടം എനിക്കായി ലഭിച്ചിരുന്നത്. സാക്ഷാൽ ഈ ഭവനത്തിൽ വസിച്ചിരുന്ന ചായനും പൊന്നമ്മാമയും തികച്ചും ദൈവീയ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മക്കളെ വളർത്തുകയും മറ്റാ നാട്ടുകാർക്ക് ഏവർക്കും വിശ്വാസത്തിൻ്റെ പാത തുറന്നു കാണിച്ച വ്യക്തികളായിരുന്നു. ബേബിച്ചാനെ പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ, ബേബിച്ചാൻ ഏകദേശം 84 വർഷത്തോളം ഈ ഭൂമിയിൽ, ഈ മുറ്റത്ത്, ഈ വീട്ടിലാണ് വളർന്നത്, ജീവിച്ചതും മരിച്ചതും. അതുപോലെ തന്നെ പൊന്നമാമി 80 വർഷത്തോളം ഈ വീട്ടിൽ തന്നെയാണ്, 60 വർഷത്തോളം കാലം ഈ വീട്ടിൽ തന്നെയാണ് ജീവിച്ചത്, മക്കളെ വളർത്തിയത്, ഈ ദേശത്ത് പാർത്തത്. പൊന്നമാമയുടെ ഒരു ക്രോണോളജി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ക്രോണോളജി പറഞ്ഞു കഴിഞ്ഞാൽ, 1950 എൻ്റെ അമ്മ ഈ വീട്ടിലെ മൂത്ത മരുമകളായിട്ട് വരുന്നു. അന്ന് ബേബിച്ചായന് 16 വയസ്സ്. അത് കഴിഞ്ഞ് ഏകദേശം 13 വർഷത്തിന് ശേഷമാണ് പൊന്നമാമ ഈ ഭവനത്തിൽ വരുന്നത്. അപ്പോഴേക്കും എൻ്റെ അച്ചായൻ്റെ ആദ്യത്തെ 4 മക്കൾ ഈ വീട്ടിൽ ജനിച്ചു കഴിഞ്ഞിരുന്നു. അതിൽ ഒരു കുട്ടി നഷ്ടപ്പെട്ടു പോയി. ബാക്കി 3 പേരുള്ള സമയത്താണ് പൊന്നമാമ ഈ വീട്ടിൽ വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പൊന്നമാമ ഈ ദേശത്തു നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. പൊന്നമാമ പാലക്കാട് ടൗണിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ സിറ്റിയുടെ അർബൻ ലൈഫിൽ ജീവിച്ച ഒരു പൊന്നമാമയാണ്. ആ പൊന്നമാമയാണ് ഈ മലമുകളിൽ കൊണ്ടുവന്നത്. 50 വർഷത്തിന് മുമ്പ്, 55 വർഷത്തിന് മുമ്പ് ഈ വീട്ടിൽ വരാൻ വേണ്ടി ഈ കാണുന്ന റോഡോ വഴികളോ ഒന്നുമില്ല. പാതിക്കാട് പള്ളിയുടെ അവിടുന്ന് ആ കുത്തുകല്ലുകൾ കയറി, ഈ അടുക്കളയുടെ അവിടെയുള്ള കുത്തുകല്ല് കയറിയാണ് ഈ വീട്ടിൽ കയറി വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ 6ൻ്റെ ഇതുവഴി തേരമണിപ്പടിക്കാൻ ഇങ്ങനെയും കയറി വരുമായിരുന്നു. ഈ 2 വഴികളേ ഉള്ളൂ. ഒന്ന് ഓർത്ത് നോക്കി, പാലക്കാട് വീട്ടിൽ ലൈറ്റും കറണ്ടും റണ്ണിങ് വാട്ടറും ടോയ്ലറ്റും ഉള്ള ഒരു വീട്ടിൽ നിന്ന് ഈ മലപ്രദേശത്ത് വന്ന പൊന്നമാമയുടെ ജീവിതം. ഞാൻ 2 വർഷം മുമ്പ് പൊന്നമാമയ്ക്ക് ബോധമുള്ളപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, പൊന്നമാമയെ മല്ലപ്പള്ളി കല്ലുടയപ്പുറത്ത് കെട്ടിച്ച് വന്നപ്പോൾ ഉണ്ടായ എന്തായിരുന്നു അമ്മാമ്മയുടെ ഒരു ജീവിതം പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വത്സമാമോട്, സിസ്റ്ററായ വത്സമാമോടും ഞാൻ ഇന്നലെ ചോദിച്ചു. അവരുടെ സിബ്ലിങ്സ് എല്ലാം കരയുകയായിരുന്നു ബേസിക്കലി. പക്ഷേ ബേബിച്ചാൻ he had a very, he was a very big businessman and he had a long vision about this place. ബേബിച്ചാൻ ഇവിടുന്ന് മാറണ്ടായിരുന്നു. എനിക്കറിയാം 1964-66 കാലഘട്ടങ്ങളിലെ ബേബിച്ചാൻ അംബാസഡർ കാറുണ്ട്. പക്ഷേ ആ കാർ എനിച്ചിട്ട് വരത്തില്ല. അത് പാതിക്കാട് പള്ളിയുടെ താഴെ ഒരു വീട്ടിലായിരുന്നു. ഞാൻ സിന്തോളിനെ എടുത്തുകൊണ്ട് ഞങ്ങൾ നെടുങ്ങടപ്പള്ളി പള്ളിയിലെ സുവിശേഷ യോഗത്തിന് ഞാൻ സിന്തോളിനെ എടുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ആ കാറെ കയറി നെടുങ്ങടപ്പള്ളി പോയി പ്രസംഗം കേട്ടിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ കാർ ഇവിടോട്ട് വരില്ല. ഇവിടെ ഒരു സൈക്കിൾ പോലും വരത്തില്ല. കാരണം അയ്യക്കല്ലിൻ്റെ മുകളിൽ കൂടെ വരത്തില്ല. അങ്ങനെയുള്ള പ്രദേശത്ത് പൊന്നമാമ ജീവിച്ച് നമുക്കെല്ലാവർക്കും ഒരു വിളക്കായി, നമുക്കെല്ലാവർക്കും വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ. പൊന്നമാമയെ പറ്റി ഞാൻ ഒരു 2 വാക്ക് എഴുതിക്കൊണ്ട് വന്നെങ്കിലും സെബു എന്നോട് 5 മിനിറ്റാണ് പറഞ്ഞത്. ഞാൻ 3.5 മിനിറ്റ് നിർത്തണമെന്നാണ് താല്പര്യപ്പെടുന്നത്. എങ്കിലും പൊന്നമാമയെ പറ്റി 1 മിനിറ്റ് നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നന്മയുടെ ഒരു വാക്ക് മാത്രമാണ്. പൊന്നമാമയെ പറ്റി ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, എന്താണ് പൊന്നമാമയെ പറ്റി ഒരു അഭിപ്രായം? വാട്ട് എ ക്വാളിറ്റി ലൈഫ് ഷീ ഹാഡ് ആൻഡ് വാട്ട് എ ക്വാളിറ്റി ലൈഫ് ഷീ വാസ് ലീഡിങ് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ജെൻസി പിള്ളേർ നമ്മൾ പറയത്തില്ല, ആ ഒരു ലെവലിൽ നമ്മുടെ പ്രീവിയസ് ജനറേഷനിൽ ഏറ്റവും മോഡേൺ ആയിട്ടാണ് അമ്മാമ്മ ഈ വീട്ടിൽ ജീവിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ആര് വന്നാലും ഹൗ കൂൾ ഷീ വാസ്. എങ്ങനെ എത്ര പേര് കയറി വന്നാലും അമ്മാമ്മയുടെ മുഖത്ത് ഒരു പ്രയാസമില്ല. ഞങ്ങൾ ഫാമിലിയായിട്ട് 6 പേരും 8 പേരും വരും. ഒരു കാര്യം ഓർക്കണം, പൊന്മാമ ഈ വീട്ടിൽ വരുമ്പോൾ ഈ വീട്ടിലെ 3 സിബ്ലിങ്സിന് ഇറങ്ങുന്ന 1 ഡസൻ പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. ജോളിച്ചായനും രാജച്ചായനും ജോയിക്കുട്ടിച്ചായനും അങ്ങനെ എത്ര പേര് വിറ്റത്തുണ്ട്. അമ്മ അപ്പം മില്ലിമിറ്റി ഉണ്ട്. ഹൗ ഹാർഡ് ഇറ്റ് വാസ്. അന്ന് ഗ്യാസ് ഇല്ല. എനിക്ക് ഓർമ്മയുണ്ട്, അടുക്കളയിൽ മൺകലത്തിൽ അരി വെക്കുന്ന നമ്മച്ചയും ഇവിടുത്തെ പൊന്നമാമയും. ഇങ്ങനെ ഒരു ലൈഫായിരുന്നു. ഞാൻ രമണി ആൻറ്റിയോട് ചോദിച്ചു, എന്താണ് പൊന്നമാമയെ പറ്റി ഒരു വാക്ക് പറഞ്ഞു. വാട്ട് എ ഹോസ്പിറ്റാലിറ്റി ഷീ ഗേവ് ടു അസ്. ഹോൾ ലൈഫ് ജോളിച്ചാനും കെട്ടിക്കൊണ്ട് വന്ന ആ ദിവസം മുതൽ ഇന്ന് ആ മാമ 80ാമത്തെ വയസ്സിൽ മരിക്കുന്നവരെ നെവർ എവർ
they were sent out without a food. അതാണ് ഈവൻ ജോബി വന്നാൽ പോലും ഷീ ഗേവ് ദം എ വെരി ഗുഡ് ട്രീറ്റ്. താങ്ക് യു സോ മച്ച്. പിന്നെ ദൈവഭയത്തിൻ്റെ പറഞ്ഞാൽ ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോഴും വിദേശത്തായിരിക്കുമ്പോഴും ഏത് ഞായറാഴ്ച ഇവിടെ കയറി വന്നാലും ആഫ്റ്റർനൂൺ ഇവിടെ ഒരു പ്രെയർ, അല്ലെങ്കിൽ അമ്മാമ്മ ഷി വാസ് റെഡി ടു ഗോ ഔട്ട് ഫോർ എ പ്രെയർ, ഹോം പ്രെയർ. എത്ര ഇതായിട്ടാണ് അമ്മാമ്മയായ ഓരോ പ്രാർത്ഥനയും കൈകാര്യം ചെയ്തിരുന്നതും. ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാത്ത മധ്യകേരള മഹേഡകയിലെ ഒരു അച്ഛനോ ബിഷപ്പോ ഒരു പാസ്റ്ററോ ഇല്ല എന്ന് ഞങ്ങൾക്കാണ്. എങ്കിലും ഒരു വാക്കൂടെ പറയാം, അമ്മാമ്മയ്ക്ക് വളരെ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞാലൊന്നുമില്ല, ഇങ്ങനെ മലമുകളിൽ ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പോൾ ഒരു പാനിക് അറ്റാക്ക് വരുമ്പോൾ ഷി വാസ് സോ കൂൾ. ഷീ നെവർ ടുക്ക് ഇറ്റ് ടു എ ഡിഫറെൻറ്റ് വേ. ഞാൻ ഓർക്കുന്ന ഒരു തവണ ഞാൻ സിന്ധോളിനെ കൊണ്ട്, അന്ന് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, സിന്ധോളിനെ കൊണ്ട് ഇവിടെ താഴെ ഒരു മാവുണ്ട്, ആ മാഞ്ചോടി പോയി. ഇവിടുന്ന് ആരും ഒരു കല്ലെടുത്തെറിഞ്ഞു, അത് സൂക്ഷം എൻ്റെ തലയിൽ തന്നെ വന്നു. ഞാൻ അവിടെ സിന്ധോളിനെ ഇട്ടിട്ട് ഓടി ഇവിടെ ഈ മല ദേഹം മുഴുവൻ ബ്ലഡാണ്, ഓടി ഇവിടെ കയറി വന്നു. അപ്പോൾ സെൻമോൻ എന്നോട് ചോദിച്ചു സിന്ധോളി, ഞാൻ പറഞ്ഞു മോനെ ആ മാഞ്ചോട്ടിലിരിപ്പോൾ. സിന്ധോളി എന്നെ എടുത്തോണ്ട് സെൻ വന്നു. അമ്മാമ്മോട് പറഞ്ഞു ഒരു കല്ല് വന്ന് കൊണ്ടതാണ്. അപ്പം മുഴുവൻ തല മുഴുവൻ ചോരയാണ്. എൻ്റെ അമ്മയാണെങ്കിൽ ആദ്യം എനിക്ക് 2 തല്ല് തരും, കാരണം അത് കഴിഞ്ഞിട്ട് അടുത്ത ടോക്കുള്ളൂ. രണ്ടാമത് ഇപ്പോൾ ആ പൊന്മാമ ഒരു ഇത് കാണിക്കാതെ അപ്പുറത്തെ അമ്മച്ചിയും വിളിച്ചിട്ട് വന്ന് എൻ്റെ ആ വൂണ്ട് ഇതായിട്ട് ചെയ്തു. എന്നെ ഷീ ഗേവ് മീ വാട്ടർ ആൻഡ് ഓൾ. എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. ആ ഒരു സിറ്റുവേഷൻ ഒത്തിരി ലൈറ്റാക്കി എടുത്തു. ഈവൻ ഞാൻ പോലും പാനിക്കാവുന്ന സിറ്റുവേഷനിൽ അമ്മ വളരെ കൂളായിട്ട്. സോ ഷീ വാസ് എ പ്രാക്ടിക്കൽ ലേഡി. 80 വർഷക്കാർ ഈ ഭൂമിയിൽ ഇവിടെ ജീവിച്ചപ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ മാതൃകയായിട്ടുള്ളൊരു അമ്മാമയായിരുന്നു. ഷീ വാസ് സോ പറഞ്ഞ സൗമ്യതയുടെ അങ്ങേറ്റം 100%. ലൈക്ക് വാത്സമ്മ, ഷീ ടു ഈസ് സോ കൂൾ. ഒരു റേസ്ഡ് വോയിസ്. ഈവൻ സെൻമോനെ വഴക്ക് പറയുന്ന കേട്ടോ, സെബൂനെ വഴക്ക് പറയുന്ന കേട്ടോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ രാവിലെ നേരം വെളുക്കുമ്പോൾ മുതൽ എല്ലാവർക്കും ഓരോ അടി കിട്ടുന്ന സ്വഭാവമുള്ള. പക്ഷെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. താങ്ക് യു സോ മച്ച്. എൻ്റെ പ്രസംഗം നീണ്ടു പോയി, സോറി. നല്ലൊരു ജീവിതമായിരുന്നു. നമുക്ക് നിത്യശാന്തി നേർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ, യേശുവിൻ്റെ ദാസന്മാരായ മക്കൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും എൻ്റെ സഹോദരി സഹോദരങ്ങളെയും എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. ഞാനും പഞ്ചാബ് ഓർക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെന്നി വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു. ഞാനും എൻ്റെ ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യട്ടെ. എൻ്റെ ഏറ്റവും മൂത്ത അമ്മാച്ചൻ്റെ 3ാമത്തെ മകളാണ് പഞ്ചമാവ്. അതായത് പഞ്ചയുടെ മാവിയുടെ മോളാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ ചെറുപ്രായത്തിൽ സ്കൂൾ അടച്ച ഉടനെ 2 മാസം ചിലവഴിക്കുന്ന ഒരു ഭവനമാണ് ഒലവക്കോട്ടെ എൻ്റെ മൂത്ത അമ്മാച്ചൻ്റെ അടുത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പഞ്ചാമ ഹാസാരിയൊക്കെ കൊടുത്ത് നടക്കുന്ന ഒരു സമയമാണ്. പെട്ടെന്നൊരു കല്യാണ ആലോചന വന്നു. അത് മല്ലപ്പള്ളിലാന്ന് പറഞ്ഞു. ഞങ്ങളുടെ വലിയ എൻ്റെ അമ്മയുടെ വീട് മല്ലപ്പള്ളി ആയതുകൊണ്ട് ഞങ്ങളൊക്കെ ഓർത്ത് പോകും, മല്ലപ്പള്ളി ഇവിടെ കോയിത്തോട്ടയാണ്, അപ്പോൾ അവിടെ അടുത്തെങ്ങാനുമായിരിക്കും വിവാഹം കഴിക്കുന്നതെന്ന് വിചാരിച്ചു. അന്ന് ഞാൻ ഓർക്കുന്നു ഹാഫ് സാരിയൊക്കെ ഉടുത്ത നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് വിവാഹം നടന്നത്. അതിനുശേഷം ഞാൻ പഠിക്കാൻ വേണ്ടി വെളിയിൽ പോയി. ആ സമയം മോളായി ആയിട്ട് ആവടിയിൽ രാജാൻ്റെ അടുത്ത് പഞ്ചാമ വന്നു. മോളായിക്ക് അന്ന് 3 വയസ്സുണ്ട്. അവളെ ഇട്ടിട്ട് ഞാൻ വെല്ലൂർ പഠിക്കുക. അപ്പം പഞ്ചമാമിക്ക് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു നല്ല ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ വെല്ലൂർ കാണിക്കണം എന്ന് പറഞ്ഞതിന് രാജാൻ പഞ്ചമാൻ കൂട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കി. ഞാനത് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ എൻ്റെ റൂമിൽ താമസിക്കുക. 2 ദിവസത്തെ ചെക്കപ്പ് ഒക്കെ ഉണ്ട്. സന്ധ്യ ആയപ്പോഴത്തേനും മോളായി അവിടെ ഇട്ടിട്ടാണ് ആവടിക്ക്. സന്ധ്യ ആയപ്പം പഞ്ചമാ ഭയങ്കര കരച്ചിൽ. എനിക്ക് തിരിച്ചിപ്പോൾ പോകണം, എന്നെ നീ ഇപ്പോൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം നടക്കത്തില്ല, സന്ധ്യയായി, നമ്മൾ സ്ത്രീകൾ തന്നെ ആവടിക്ക് പോകാനായിട്ട് പറ്റത്തില്ല, രാജാവിന് വന്ന് കൊണ്ടുപോകാനും പറ്റത്തില്ല, ഈ രാത്രി ഇവിടെ കഴിഞ്ഞേ പറ്റത്തുള്ളൂ, നാളെ നമുക്ക് ചെക്കപ്പ് ഉണ്ട്, വലിയ അങ്ങേയറ്റത്തെ ഒരു ഡോക്ടറുടെ അടുത്താണ് അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത്, നമുക്ക് അങ്ങനെ അലസതയൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ആ രാത്രി ഒരു മോളെ കണ്ണടച്ചില്ല, ഈ കൊച്ചിനെ ഇട്ടേച്ച് പോകുന്നെന്നും പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പിന്നെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ തിരികെ കൊണ്ടുപോയി ആവടിയിൽ വിടുകയായിരുന്നു.
അത് മക്കളോടുള്ള അറ്റാച്ച്മെന്റ് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതുപോലെ തന്നെ ഏത് സമയം ഞങ്ങൾ ഈ ഭവനത്തിൽ കയറി വന്നിട്ടുണ്ടോ സമയഭേദമന്യേ ഇവിടെ ഭക്ഷണം റെഡിയാണ്. അതിപ്പം നമ്മൾ പറയാതെ വന്നാലും എത്ര പേർക്ക് വേണമെങ്കിലും സെന്നിയും അത് തന്നെ പറഞ്ഞു, ഭക്ഷണം ഏത് തരത്തിലുള്ള ഭക്ഷണം വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഇവിടെ കുഞ്ചാ റെഡിയാണ്. കുഞ്ചാമ്മ ഒരു തരത്തിലും ഒരു വെപ്രാളം ഒന്നും കാണിക്കാത്ത ഒരു പേഴ്സണ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം വന്ന് ചെസ്റ്റ് പെയിനാണ്. വീട്ടിലാരും ഇല്ല, ജയിനും എവിടെയോ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ കസേരയിൽ ഇവിടെ ഇരിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ദൈവം നമ്പരാൻ കൊണ്ടുവന്ന പോലെ എൻ്റെ മൂത്ത ബ്രദറാണ് ബാംഗ്ലൂരിൽ നിന്ന് പഞ്ചായ കാണാനായിട്ട് കയറി വരിക. അപ്പം പതുക്കെയാണ് പറയുന്നത്, എടാ സണ്ണിമോനെ എൻ്റെ നെഞ്ചിനൊരു പ്രയാസം എന്ന് പറഞ്ഞു. നെഞ്ചിനാണോ പ്രയാസം? എന്നാ വാ നമുക്ക് ആശുപത്രി പോകാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഡ്രസ്സ് മാറി ആ വണ്ടിയിൽ കയറി മാതനാശുപത്രിയിൽ ആദ്യം ചെന്നപ്പോഴത്തേന് അവർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, പരുമല ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വീട്ടിലുള്ളവരറിയാതെ തന്നെയാണ് പഞ്ചമാമ വളരെ കൂളായിട്ട് എൻ്റെ ബ്രദറിൻ്റെ കൂടെ വണ്ടിയിൽ കയറി ആ ഹോസ്പിറ്റലിൽ ചെന്ന് പെട്ടെന്ന് അവർ നാക്കിനടിയിൽ മരുന്നൊക്കെ വെച്ച് അന്നാണ് ആദ്യമായിട്ട് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഏത് സിറ്റുവേഷനും വളരെ കൂളാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വെച്ച് പറയുന്ന ഒരു നല്ല ഓർമ്മയാണ്. ബന്ധങ്ങൾ നന്നായിട്ട് പറയും, പേരുകൾ നന്നായിട്ട് ഓർത്തിരിക്കും. ഇപ്പോൾ നമുക്കൊക്കെ ചിലരുടെ പേരൊന്നും വരത്തില്ല. അതേസമയം പഞ്ചായത്ത് അങ്ങനെയല്ല, എല്ലാവരുടെയും കണക്ഷനും അറിയാം, പേരും അറിയാം. അങ്ങനെ വളരെ സംതൃപ്തമായ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. അതുപോലെ വേവിച്ചാൽ വയ്യാതിരുന്ന സമയത്തൊക്കെ ശുശ്രൂഷിക്കാനൊക്കെ ഭാഗ്യം ദൈവം കൊടുത്തു. പിന്നെ സെബുവിനും ജയിനും ദൈവം നല്ല അവസരം ശുശ്രൂഷിപ്പാൻ വേണ്ടി ക്ഷമയോടെ ശുശ്രൂഷിപ്പാനുള്ള വരം ദൈവം അവർക്ക് കൊടുത്തു. അതിൻ്റെയൊക്കെ പ്രതിഫലം ദൈവസന്നിധിയിൽ നിന്ന് 30, 60, 100 മേനിയായി ലഭിക്കും. സെന്നും ഷേർലി അതുപോലെ വേറെ ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ പ്രസൻസ് ഒരു വളരെ സന്തോഷം നൽകിയ അവസരങ്ങളായിരുന്നു. എന്തായാലും ധന്യമായ ആ ജീവിതത്തെ ഓർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. 80 വർഷക്കാലം ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിരുന്ന ആ ആയുസ് പൂർത്തിയാക്കി ദൈവസന്നിധിയിലായിരിക്കുന്ന പഞ്ചമാമ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ദൈവം താൻ പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും കാഹളനാദത്തോടും കൂടി മധ്യാകാശം വരുമ്പോൾ മരിച്ചവരെ ആദ്യം ഉയർത്തുന്നത്, പിന്നീട് ഉള്ളു ജീവനോടെ ഇരിക്കുന്ന നമ്മളൊക്കെയും ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടും. ആ സമയം ആ പളുങ്ക് നദീതീരത്ത് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.